ഇന്ന് നമ്മുടെ ജർമ്മൻസിൻ്റെ നഴ്സിംഗ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഡേ 7 ആണ്. ഇതുവരെ പ്രോപ്പറായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചവർക്ക് കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് കീപ് ഗോയിങ്. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഒരു ജർമ്മൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ച് ഇപ്പോൾ മനസ്സിലായില്ല, ആൻസർ കിട്ടിയില്ലെങ്കിലൊക്കെ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കുറച്ച് വഴികളാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആയിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു ടിപ്സ് അയച്ചു കൊടുക്കുക. അവരും കൂടി പാസ്സാവട്ടെ. ഇപ്പം അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്കത് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ആകെ പേടിച്ച് അന്തം വിട്ടിരിക്കാതെ können Sie die Frage erklären, അതായത് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. മിക്ക ഇൻ്റർവ്യൂവും അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സോ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇങ്ങനെ കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഏതെങ്കിലും ഒരു വേർഡ് മനസ്സിലായി കഴിഞ്ഞാൽ അതുമ്പോൾ പിടിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ആൻസർ പറയാം. ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുമ്പോൾ എപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുക, ആകെ പേടിച്ച് വിറച്ചിരിക്കാതെ നമ്മൾ ഭയങ്കര ധൈര്യത്തോണ്ടിരിക്കുക. പേടിക്കേണ്ട, ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് എളുപ്പത്തിൽ പാസ്സാവുന്നതേ ഉള്ളൂ. ഈ നമ്മൾ പറയാൻ പോകുന്ന ആൻസർ പൊട്ട തെറ്റാന്ന് വിചാരിക്കുക. ich bin mir be meiner Wort nicht sicher aber എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഴ്സിങ്ങിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്, നമുക്ക് ഈ ആൻസറിനെ കുറിച്ചിട്ട് അത്ര ഷുവർ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻസർ പറയുന്നത്. അങ്ങനെ പറയുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടും. ഇൻ്റർവ്യൂവിൽ റിസൾട്ടിൽ ചോദിക്കുന്ന ഒരു PDF ഞാൻ നിങ്ങൾക്ക് തരാം. അതേവേണ്ടി നിങ്ങൾ PDF എന്ന് കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, അത് ജോയിൻ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് ഫോർ മോർ വീഡിയോസ് ഫോളോ us.